ഞാനിന്നേ ഒരു ചമ്മന്തി അരയ്ക്കാനായിട്ട് പോവുകയാണേ. ഈ പനിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് നല്ലൊരു വായ്ക്ക് ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തി അരയ്ക്കുവാണേ. എനിക്കൊരു ചെറിയൊരു പനിയുണ്ട്, എനിക്കത് മാത്രമല്ല എല്ലാവർക്കും പനിയുണ്ട്. അപ്പം ഞാനൊരു ചമ്മന്തി അരയ്ക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി പുളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 പീസ് ചെറിയ ഉള്ളി, ഇച്ചിരി മുളക്, 1 പീസ് ഇഞ്ചി. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുളകിൻ്റെ അരിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരുപാട് എരി വേണ്ടാത്തത് കൊണ്ടാണ്. പിന്നെ ഇത് പിരിയ മുളകൊന്നുമല്ല, സാധാ മുളകാണ്. അതിൻ്റെ അരിയൊക്കെ പോണെങ്കിലും അതിന് നല്ല എരിവ് കാണും, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മുറിച്ചും വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ ഒന്ന് നമുക്ക് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഇതിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നല്ലവണ്ണം ചുട്ടെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ മതി. ഇഞ്ചിയും ചെറിയ ഉള്ളിയും മുളകും എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് നമുക്കിതാ ഈ ഗ്യാസിലോട്ടൊന്ന് കാണിച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് ഒരുമിച്ച് ഇത് വെന്ത് കിട്ടും. വേവാൻ വേണ്ടിയിട്ടാണ്, ഉള്ളിയൊക്കെ ഒന്ന് വേവണം, ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അത് ചുട്ടെടുത്ത് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ടുണ്ട്. ഇച്ചിരി നമ്മളെടുത്ത് വെച്ചിരുന്ന പുളി, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. പുളി കൂടെ ഇതിലിട്ട് നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങ ഇടുന്നതിന് മുമ്പേ ഇത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ നല്ലവണ്ണം പൊടിഞ്ഞു കിട്ടും. അതിനുശേഷം നമുക്ക് ആ തേങ്ങ കൂടെ വാരിയിട്ട് അരയ്ക്കാം. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ മുളകൊന്നും നല്ലവണ്ണം അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ തേങ്ങയും വാരി മിക്സിയിലിട്ടിട്ട്. പച്ചമുളക് ഇപ്പോൾ ഇടണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട്, ഇത് ഏകദേശം ഒന്ന് അരഞ്ഞതിന് ശേഷം 1, 2, 3 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പച്ചമുളക് ഇട്ടാൽ മതി. ഇപ്പോൾ ഇടണ്ട. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ്ട് ചമ്മന്തി നല്ലവണ്ണം അരഞ്ഞ് കിട്ടി. ഇനി ഈ പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലവണ്ണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. നല്ല അടിപൊളി ചമ്മന്തി കിട്ടിയിട്ടുണ്ട്. ഇഞ്ചിയും ഉള്ളിയൊക്കെ ചുട്ടതിൻ്റെ നല്ല മണവും ഉണ്ട്, നല്ല രുചിയുമാണ്. അപ്പോൾ ഈ ചമ്മന്തിയും ഞാനിന്ന് കുടിക്കാൻ പോകുന്നത് ഇച്ചിരി ചമ്മന്തിയും കഞ്ഞിയും, ചമ്പാ പച്ചരി ഇട്ടിട്ട് ഇത്തിരി കഞ്ഞിയും കൂടെ വെച്ചിട്ടുണ്ട്. പനിക്ക് ഏറ്റവും ബെസ്റ്റ് മരുന്ന് ഇതാണ്. നമ്മൾ മരുന്ന് കുടിച്ചതിന് ശേഷം ഇതുകൂടെ ഒന്ന് കുടിച്ചാൽ നമ്മുടെ പനിയൊക്കെ പമ്പ കിടക്കും. ഓക്കെ, ബൈ.